ഇവർ തെളിവുകളെ സ്വീകരിക്കുന്ന മൂന്നാമത്തെ വഴിയിലേക്കാണ്. മൂന്നാമത്തെ വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രക്ഷയില്ലങ്ങോട്ട് തെളിവ് ഉണ്ടാക്കുക. ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവില്ലെങ്കിൽ പുതുതായിട്ട് അങ്ങ് ഉണ്ടാക്കുക. ആ ഒരു തരത്തിലുള്ള തെളിവ് നിർമ്മാണത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത്. ഇതേ ആളുകൾ തന്നെ മുസ്ലിം വിരോധം മൂർത്ത് അത് പറയുന്നതിലൂടെ പ്രത്യേക തരത്തിലുള്ള ഒരു സുഖം അനുഭവിക്കുന്ന ഈ ആളുകൾ ഒരു സംവാദത്തിൽ പോയിട്ട്, മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു സംവാദത്തിൽ പോയിട്ട് ഇയാൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ നമ്മളെ ധാർമ്മികതയൊക്കെ സ്വാഭാവികമായിട്ടും വിഷയമായിട്ട് എടുക്കുമല്ലോ. ഇവർക്ക് ഒരു കാര്യവും തെറ്റാണെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം അമ്മയുമായും പെങ്ങളുമായി പോലുമുള്ള നമുക്കൊന്നും ആലോചിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികേടുകൾ പോലും ഇവിടെ മൈക്ക് വെച്ച് പറയുന്ന ആളുകളെ ഇവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് ഇവർ സ്വപ്നം കാണുന്ന ഉട്ടോപ്പിയാണ് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ലൈംഗിക അരാജകത്വവും വൃത്തികേടുകളുമായി നടക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാള് തിരിച്ച് വലിയ രൂപത്തിലുള്ള ഒരു മറുപടിയുമായി വരികയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങളിങ്ങനെ ലൈംഗിക അരാജകത്വം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണ്ടല്ലോ, പക്ഷേ പോൺ കാണുന്നതിൽ, അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിൽ ആദ്യ 10ൽ 6 സ്ഥാനങ്ങളും മുസ്ലിം രാജ്യങ്ങൾക്കാണ്. വലിയൊരു തെളിവ് വരാൻ പോവാണ്, കേട്ടോളൂ. ഓക്കെ, ഇനി ഒറ്റ കാര്യം കൂടി, ഒരു സെക്കൻഡ് കൂടി പ്ലീസ്, ഒരു സെക്കൻഡ്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ പോണിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു, കൺസെന്റ് പോൺ, ഇതൊക്കെ വളരെ എത്തിയിച്ചിട്ടുള്ള ഏതോ പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന, ഗൂഗിൾ ഇപ്പൊ അടിച്ചു നോക്കിയിരിക്കുന്നവര് 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. 1ാം സ്ഥാനം നോ ഗസ് വർക്ക് പാകിസ്ഥാൻ, 2 ഈജിപ്റ്റ്, 3 വിയറ്റ്നാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ, ഇറാഖ്, ഇറാഖില്ല, മൊറോക്കോ, നമ്മുടെ ഫുട്ബോൾ ടീം, സൗദി അറേബ്യ. ആദ്യ 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പൊ പോൺ, കൺസെന്റ്, ചീച്ചി, ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കി പറയാം. എന്താ കയ്യടിയില്ലേ, കയ്യടിച്ച് പാസ്സാക്കിയിരിക്കുന്നു. നാസ്തിക സമ്മേളനത്തിൽ കയ്യടിച്ച് പാസ്സാക്കിയോണ്ട് ഇനി അപ്പീലില്ല കേട്ടോ, ഇനി ആരും തെളിവൊന്നും ചോദിച്ചു പോകരുത്. ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസിലാണ് പറയുന്നത്. മൊബൈലില്ലേ എടുത്ത് നോക്കിക്കോ, ഒരുത്തനെങ്കിലും എടുത്ത് നോക്കിയിരുന്നെങ്കിൽ. പറയുമ്പോ എന്താ വിചാരിക്കും, ഞങ്ങൾ യുക്തിപരമായി ചിന്തിച്ച് ആരും പറയുന്നത് അതേപടി അംഗീകരിക്കാതെ എല്ലാം ഫാക്ട് ചെക്ക് ചെയ്ത് എടുക്കുന്നവരാണെന്നൊക്കെ പറയാം. ഒരുത്തൻ പോലും നോക്കിയിട്ടില്ല, ഉറപ്പാ. കാരണം നോക്കിയിരുന്നെങ്കിൽ എന്താ കിട്ടുക, ഞങ്ങൾ ഇതിന്റെ പിന്നാലെ കൂടി ഈ നുണ, പച്ച നുണ പറഞ്ഞു, അതിന്റെ പിന്നാലെ കൂടി ഞങ്ങൾ ലൈവായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. ആദ്യം നമുക്ക് ഗൂഗിൾ നോക്കാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൃത്യമായ ബാക്കി കണക്കുകളിലേക്ക് പോകാം. അപ്പൊ ഗൂഗിളിൽ കൺട്രീസ് വിത്ത് മോസ്റ്റ് പോൺ കൺസപ്ഷൻ എന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഗൂഗിൾ തരുന്ന റിസൾട്ട്, രവീന്ദ്രന്റെ ഗൂഗിൾ. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, മെക്സിക്കോ, നെതർലാൻഡ്സ്, റഷ്യ, സ്പെയിൻ, ജർമ്മനി, ജപ്പാൻ. 10ൽ 6 ഓക്കെ 9 ആയിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. ഫിലിപ്പീൻസ്, പോളണ്ട്, സ്വീഡൻ, UK, USA. മനസ്സിലാവുന്നില്ല സഹോദരി, ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു സംവാദത്തിൽ ഇത്ര ആളുകൾ വാസിക്കുന്ന സംവാദത്തിൽ നുണ പറയാൻ ഇത്ര ഉറപ്പില്ലാത്തൊരു മനുഷ്യൻ. കോൺഫിഡൻസ് നോക്കണം. എല്ലാ ആളുകളുടെയും കയ്യിന്റെ തുമ്പിൽ നിൽക്കുന്ന നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോ ഇതാണ് നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്തപ്പോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ ഒന്നുകൂടി കാണാം. ആ സെർച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഗൂഗിളിൽ മോസ്റ്റ് ഓൺ വാച്ചിങ് കൺട്രീസ്, രവീന്ദ്രൻ പറയുന്ന മാതിരിയല്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. സ്ക്രീനിൽ കാണാമെന്നാണ് വിചാരിക്കുന്നത്. സ്ക്രീനിൽ കൊടുക്കും. നിങ്ങൾ ആക്സസ് പോയതാ. ഓക്കെ, മോസ്റ്റ് പോൺ കൺസ്യൂമിംഗ് കൺട്രീസ് ആർക്കെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാണ് ലിസ്റ്റ്. ഇതിലെവിടെ 10ൽ 6 ഇനി സെർച്ച് ചെയ്തത് ആ ടേം മാറിപ്പോയതാണെങ്കിൽ അടുത്ത ടേം മോസ്റ്റ് പോൺ സെർച്ചിങ് കൺട്രീസ് നോക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്തോനേഷ്യ, ബ്രസീൽ, ഫ്രാൻസ്, ഈ രൂപത്തിലാണ് വരുന്നത്. അടുത്ത ടേം നോക്കാം, മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രീസ്. ഏത് രൂപത്തിൽ സെർച്ച് ചെയ്താലും ഇങ്ങനെ തന്നെ വരുള്ളൂ, ഏത് ടേം കൊടുത്താലും ഇങ്ങനെ വരുള്ളൂ. അങ്ങനെ ആയപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഗൂഗിൾ എന്ന് പറയുന്ന ഒന്നാമത് ഇതൊരു ഒതന്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഗൂഗിളിൽ നമ്മൾ എന്ത് ടേം കൊടുക്കുന്നു എന്നതിനനുസരിച്ചൊക്കെ റിസൾട്ട് വരാം. അതൊരു ഒതന്റിക് ആയ ഒരു കാര്യമല്ല. അതിന്റെ കണക്കുകൾ പരിശോധിക്കാണ് വേണ്ടത്. നമ്മളത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, കണക്കുകൾ പരിശോധിച്ചാൽ കാണുന്നതാ സ്റ്റാറ്റിസ്റ്റിയുടെ കണക്കുകളാണ്. ഇങ്ങനെ കൃത്യമായ ഓരോ സൈറ്റുകളിൽ നിന്നുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാണ്.
അതെടുത്ത് നോക്കുകയാണ് വേണ്ടത്. കുറച്ചൊക്കെ ആധികാരികതയുമായി എന്തെങ്കിലും തരത്തിലുള്ള അതിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ കണക്കെടുത്ത് നോക്കുകയാണ് വേണ്ടത്. ഗൂഗിൾ സെർച്ച് ചെയ്യല്ല വേണ്ടത്. ഗൂഗിൾ സെർച്ചിൽ അതുമായി ബന്ധപ്പെട്ട്, ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗൂഗിൾ സെർച്ചിൽ വരിക. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ലോ, തെളിവുണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരല്ലോ. ഏതായാലും ഇങ്ങനെ നമ്മൾ ആധികാരികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ആധികാരികമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകൊണ്ട് നമ്മൾ ഇത് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മൾ പിന്നാലെ കൂടിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത മറുപടി വന്നു. അതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ആധികാരികത എന്നൊക്കെ പറയുന്നത് അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, ഗൂഗിളിലുണ്ടോ എന്നുള്ളതാണ് വിഷയം. ആരാ പറയുന്നത് മനസ്സിലാക്കണേ. തെളിവുകൾ നയിക്കട്ടെ, എന്ത് കാര്യവും ആധികാരികമാണോ നോക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയാണ്. ആധികാരികതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി ആയിട്ട് എടുക്കാം. കേട്ടോളൂ. അപ്പം അത് എവിടെയെങ്കിലും ആരെങ്കിലും പ്രസിദ്ധീകരിക്കുന്ന നിലവിലുള്ള വാർത്തയായിരിക്കും. ഇനി വാർത്തയുടെ ഓതന്റിസിറ്റി, ഒരു വാർത്ത കറക്റ്റാണോ അല്ലയോ, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് ഗൂഗിളിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ അടിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഒരു വാർത്ത കറക്റ്റാണോ അല്ലയോ, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് ഗൂഗിളിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ അടിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ഗൂഗിൾ ഉള്ള കാര്യമായിരുന്നു, അന്നുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കാലൊരു അപ്പൊ എങ്ങനെയാണ് അനുയായികളെ പൊട്ടന്മാരാക്കണത് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണ്. ഈ ജാതി പരിപാടി പലയിടത്തും ഉണ്ട് അല്ലേ. അനുയായികളെ എങ്ങനെയാണ് ഫൂളാക്കുന്നത് ഒന്നും തിരിച്ചു ചോദിക്കില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾ ആ വാചകം ഒരു മിനിറ്റ് ഒന്ന് എടുത്ത് വിലയിരുത്തി നോക്ക്. എന്താ ആധികാരികത അല്ല ഇവിടുത്തെ പ്രശ്നം, ഗൂഗിളിലുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഗൂഗിളിൽ അങ്ങനെ എന്തൊക്കെ ഉണ്ട്? എന്നിട്ട് പേര് ബാക്കിയുള്ളവർക്കാണ് മദ്രസ പൊട്ടന്മാര്. മാത്രമല്ല പ്രതിരോധത്തിലായ അപ്പ ഹൂറികളെ കൊണ്ടുവരും. ഇങ്ങനത്തെ എപ്പോഴും ഇതായി നമ്മുടെ യൂട്യൂബ് കമന്റിൽ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടാണ്. ഏതൊരു ചങ്ങാതി കണ്ടിന്യൂസ് ആയിട്ട് കുറേ സാധനം കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ വളരെ ബോധപൂർവം നിങ്ങളെ ഉണർത്തുന്നു. ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് കടത്തും, മരണത്തിന് ശേഷം പുനർജീവിക്കും, കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയേണ്ടി വരും. ഈ ജാതി ആളുകളുടെ ഫേക്കായ കഥകളിൽ കുടുങ്ങി പെട്ടുപോണ്ടെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇതിന്റെ കണ്ടിന്യൂഷനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ആധികാരികത നോക്കണ്ട, യുക്തിവാദികളുടെ പ്രമാണം കേട്ടോ. ആധികാരികത നോക്കണ്ട, ഗൂഗിളിലുണ്ടോ നോക്കിയാൽ മതി. ആയിക്കോട്ടെ, ഗൂഗിളിലുണ്ടെങ്കിൽ അതെങ്കിലും സമാധാനമായിരുന്നു. ഗൂഗിൾ ഉണ്ടാക്കുകയാണ്, അതാണ് നമ്മൾ പറഞ്ഞത്. തെളിവുണ്ടാക്കൽ, തെളിവ് നിർമ്മാണ പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്ത് വേണം? മുസ്ലിം രാജ്യങ്ങളിലാണ് പോണ് കാണുന്നത് എന്ന് തെളിയിക്കണം. അത് ഗൂഗിളിലുണ്ട് എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി മൂപ്പര് അതിഗംഭീരമായ ഒരു സെർച്ച് നടത്താൻ പോവാണ്, ഗൂഗിൾ സെർച്ച് നടത്താൻ പോവാണ്. നിങ്ങളൊന്ന് കണ്ണൊക്കെ തിരുമ്മി ശരിക്കും നോക്കണം എന്താണ് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ആ ഭാഗം മൂപ്പര് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഈ ഇസ്ലാം വിരോധികളുടെ ഗൂഗിൾ സെർച്ച് ഒരു സ്പെസിമെനായി എടുക്കാൻ പറ്റുന്ന ഒരു സെർച്ചാണ്. നിങ്ങൾ കണ്ടോളൂ. ഞാൻ എന്താ ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത് ഇതേപോലെ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. ഞാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു, കാര്യം ഈ പാകിസ്ഥാൻ എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പോ ആ സ്ക്രീൻ ഒന്ന് കാണിച്ചു കൊടുക്കേ. എന്താ സെർച്ച് ചെയ്തത്? ഒരുപാട് മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ. എന്ത് സെർച്ചാ? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ ക്വസ്റ്റ്യൻ ഇടും അല്ലെ, എന്നിട്ട് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് ക്വസ്റ്റ്യനും ആൻസർ ഒരുമിച്ചായിട്ട് കൊടുത്തു. മൂപ്പർക്ക് എന്താ വേണ്ടത്? പാകിസ്ഥാനില് ഈ പറഞ്ഞ പോൺ കാണുന്നുണ്ടെന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ. വല്ലാത്ത സെർച്ച് കേട്ടോ. അത് ഈ ഒരാൾക്ക് ഇസ്ലാം വിരോധവും മുസ്ലിം വിരോധവും തലക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ ഒരു ചോദ്യം ഉത്തരം മൂപ്പരെന്നിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതിനനുസരിച്ച് എന്തെങ്കിലും റിസൾട്ട് തരുമോ, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫേക്ക് ആയിട്ട് ആരെങ്കിലും കിട്ടത്, അത് വരണം. ഇതൊന്നും കഴിഞ്ഞില്ല. മൂപ്പരുടെ ഗംഭീരമായ സെർച്ച് തുടരാൻ പോവാണ്. അടുത്ത സെർച്ച് അടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത സെർച്ച് കണ്ടോളൂ. മൂപ്പരെന്നെ നോക്കുക, പോൺ സൈറ്റ് മോസ്റ്റ് വിസിറ്റഡ് മുസ്ലിം കൺട്രീസ് എന്ന് കീവേഡ് അടിച്ചു. പോൺ സൈറ്റ് മോസ്റ്റ് വിസിറ്റഡ് മുസ്ലിം കൺട്രീസ്. മൂപ്പരന്റെ ചോദ്യവും മൂപ്പരന്റെ ഉത്തരവും. ഇത് ഞാൻ ഇവിടെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടത് എന്ന്. ഞങ്ങളുടെ 5ാം ക്ലാസ്സിലെ കുട്ടികൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത് അറിയായിട്ടൊന്നല്ല, ഗൂഗിൾ കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ മൂപ്പർക്ക് എന്ത് വേണം? മുസ്ലിം കൺട്രീസ്, പാകിസ്ഥാൻ, അതുപോലെ തന്നെ സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടണം. അതിനുവേണ്ടി മൂപ്പര് തന്നെ ചോദ്യവും മൂപ്പര് തന്നെ ഉത്തരവും എല്ലാം മൂപ്പര് തന്നെ. ഇനി ആയിക്കോട്ടെ, ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളും കുറച്ച് സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നെങ്കിൽ ഇതേ തെളിവ് നിർമ്മാണ രൂപത്തിൽ ഞങ്ങളും കുറച്ച് സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഒന്നാമത് ഞങ്ങൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവിചന്ദ്ര ശ്രീ. അങ്ങനെയല്ല സെർച്ച് ചെയ്യേണ്ടത്. ചോദ്യം ഉത്തരം നമ്മൾ തന്നെ കൊടുക്കണം. അതിനനുസരിച്ച് എന്താ ഉത്തരം വരുന്നുണ്ട് നോക്കണം. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവിചന്ദ്രൻ സി. അപ്പൊ മൂപ്പരുടെ കുറെ പ്രസംഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ?
ലോകത്തേറ്റവും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ വാണ്ടഡ് ആയിട്ടുള്ള ക്രിമിനൽ രവിചന്ദ്രൻ സി ആണ്. നമ്മൾ ഇമേജ് സെർച്ച് ഒക്കെ ചെയ്താൽ മൊത്തം മൂപ്പര് ചിരിച്ചിരിക്കുന്ന ഫോട്ടോസ് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ? മൂപ്പർ തന്നെയാണ് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ അല്ലേ? ഇനി കുറച്ചും കൂടി സെർച്ച് ചെയ്തേക്കാം. ആ സെർച്ചിന്റെ പൂതി തീർക്കണം. ബിഗ്ഗസ്റ്റ് ഫ്രോഡ് ഇൻ കേരള രവിചന്ദ്രൻ സി. കേരളത്തിലുള്ള ഏറ്റവും വലിയ ഫ്രോഡ് രവിചന്ദ്രൻ സി. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ചോദ്യം വേണം, ഉത്തരവും വേണം. അപ്പോൾ മൂപ്പരെ കുറിച്ചുള്ള കുറെ ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി, ബിഗ്ഗസ്റ്റ് ലയർ ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും വലിയ നുണയൻ രവിചന്ദ്രൻ സി. മൂപ്പരുടെ വിക്കിപീഡിയ പേജൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പരനെ ഉറപ്പിച്ച്. അപ്പോ ഇതൊന്ന് ആലോചിച്ചൊക്കെ സുഹൃത്തുക്കളെ, ഇതാണ് തെളിവ് നിർമ്മാണം. ഇവർ ഉണ്ടാക്കിവിടുന്ന തെളിവ് നിർമ്മാണത്തിന്റെ രീതിയാണിത്. ഇത് കണ്ട് കൈയടിച്ച് പോകുന്ന സാധുക്കൾ, ഞങ്ങൾ അവരെ പൊട്ടന്മാർന്നോ അല്ലെങ്കിൽ നാസ്തിക പൊട്ടന്മാരെന്നൊന്നും വിളിക്കുന്നില്ല. സാധുക്കൾ, പാവങ്ങൾ എന്നു മാത്രമാണ് അവരെ കുറിച്ച് പറയുന്നത്. കൈയടിച്ച് പോയിണ്ടല്ലോ അല്ലെ? ഒരു സംവാദത്തിൽ പറഞ്ഞ നുണയാണിത്.